ഭൂട്ടാൻ ആകാശപാതയിൽ പുതിയ കൂട്ടുകെട്ട്. The soul of royal art, Kairali Jewelers. ടൂറിസത്തിന് ചിറകേകാൻ എയർ ഇന്ത്യ ട്രൂക്ക് എയർ കരാർ ഇവിടെ യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ഒരു വ്യോമ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ നിർണായക നീക്കമാണ് നടക്കുന്നത്. ഇന്ത്യയുടെ എയർ ഇന്ത്യയും ഭൂട്ടാന്റെ ദേശീയ വിമാന കമ്പനിയായ ട്രൂക്ക് എയറും തമ്മിൽ പുതിയൊരു ലൈൻ, അതായത് ഇന്നർ ലൈൻ കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇരു വിമാന കമ്പനികളുടെയും ശൃംഖല പരസ്പരം പ്രയോജനപ്പെടുത്താൻ യാത്രക്കാർക്ക് അവസരം ഒരുക്കുന്നതാണ് പുതിയൊരു പങ്കാളിത്തത്തിലൂടെ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇന്ത്യയിൽ നിന്ന് ഭൂട്ടാനിലേക്കും ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്കുമുള്ള യാത്ര കൂടുതൽ ലളിതവും സൗകര്യപ്രദവുമാകും. പുതിയ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി തന്നെ യാത്രക്കാർക്ക് ഒരൊറ്റ ടിക്കറ്റിൽ മുഴുവൻ യാത്രയും ഇവിടെ ബുക്ക് ചെയ്യാൻ കഴിയുമെന്നതാണ് ഇതിലെ പ്രത്യേകത. അതുമാത്രമല്ല, കണക്റ്റിംഗ് വിമാനങ്ങൾ അത് മാറുമ്പോൾ ഓരോ വിമാനത്തിനെയും അല്ലെങ്കിൽ ആ വിമാന കമ്പനിയുടെയും പ്രത്യേക ടിക്കറ്റുകൾ എടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ കുറയുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മാത്രമല്ല, യാത്രകൾക്കിടെ തന്നെ ലഗേജ് വീണ്ടും ശേഖരിച്ചുകൊണ്ട് മറ്റൊരു വിമാനത്തിൽ ചെക്ക് ഇൻ ചെയ്യേണ്ട ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ കഴിയുന്നതാണ് പുതിയ സംവിധാനത്തിന്റെ പ്രധാന നേട്ടം. ഡൽഹി, കൊൽക്കത്ത, ഗുവാഹത്തി എന്നിവയാണ് ഇന്ത്യ ഭൂട്ടാൻ ആ ഒരു വ്യോമ ബന്ധത്തിലെ പ്രധാന കണക്റ്റിംഗ് കേന്ദ്രങ്ങളായി തന്നെ മാറുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രധാന നഗരങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഈ വിമാനത്താവളങ്ങൾ വഴി ഭൂട്ടാനിലെത്താൻ കൂടുതൽ സൗകര്യമൊരുങ്ങും. അതേസമയം ഭൂട്ടാനിൽ നിന്നുള്ള യാത്രക്കാർക്ക് എയർ ഇന്ത്യയുടെ വിപുലമായ ആഭ്യന്തര അന്താരാഷ്ട്ര ശൃംഖല പ്രയോജനപ്പെടുത്തുവാനും സാധിക്കും. ഭൂട്ടാനിലെ പാരോ വിമാനത്താവളത്തിൽ നിന്നുകൊണ്ട് തന്നെ പുതാങ് എന്നീ തുടങ്ങിയ അതായത് ആഭ്യന്തര കേന്ദ്രങ്ങളിലേക്കെല്ലാം തന്നെ യാത്ര നീട്ടാൻ എയർ ഇന്ത്യ യാത്രക്കാർക്ക് അവസരം ലഭിക്കും. അതായത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ഭൂട്ടാനിലെത്തുന്ന യാത്രക്കാർക്ക് അവിടെ രാജ്യത്തു നിന്നുള്ള വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള കണക്ടിവിറ്റിയും കൂടുതൽ എളുപ്പമാക്കുമെന്നതാണ് ഇവിടെ എടുത്തു പറയാൻ സാധിക്കുന്നത്. ഇതിന്റെ ഒരു മറുവശത്ത് ട്രൂക്ക് എയർ യാത്രക്കാർക്കും വലിയ നേട്ടമാണ് ലഭിക്കുന്നത്. ഭൂട്ടാനിൽ നിന്ന് ഡൽഹി, കൊച്ചി, മുംബൈ, ബംഗളൂരു തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് എത്തിയ ശേഷം എയർ ഇന്ത്യയുടെ അന്താരാഷ്ട്ര ശൃംഖല ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലണ്ടൻ, ന്യൂയോർക്ക്, പാരീസ്, അതുപോലെ മറ്റ് ഈ സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ആഗോള നഗരങ്ങളിലേക്കെല്ലാം തന്നെ യാത്ര തുടരാനും കഴിയും. ഇതോടുകൂടി തന്നെ പുതിയ കരാർ വെറും ഒരു വിമാന സർവീസ് പങ്കാളിത്തത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ ശക്തമായ കണക്ടിവിറ്റി ഒരുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഭൂട്ടാന്റെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക പൈതൃകവും ആസ്വദിക്കാൻ ഇന്ത്യയിൽ നിന്നെത്തുന്ന സഞ്ചാരികൾക്കും ഇന്ത്യയിലെ വിവിധ നഗരങ്ങൾക്കും അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങൾക്കും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഭൂട്ടാൻ യാത്രക്കാർക്കുമെല്ലാം പുതിയ സംവിധാനം കൂടുതൽ സൗകര്യപ്രദമാകും അല്ലെങ്കിൽ സൗകര്യമൊരുക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. യാത്രാ സമയം കുറയ്ക്കുന്നതിനൊപ്പം തന്നെ ടിക്കറ്റ് ബുക്കിംഗ്, കണക്റ്റിംഗ് ഫ്ലൈറ്റ്, ലഗേജ് കൈമാറ്റം തുടങ്ങിയ നടപടികൾ ലളിതമാക്കുന്നതിനും യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. പ്രത്യേകിച്ച് ഒന്നിലധികം വിമാന സർവീസുകൾ ഉപയോഗിക്കേണ്ട ഒരു ദീർഘകാല യാത്രകളിൽ ഒറ്റ ബുക്കിംഗ് സംവിധാനവും ഏകീകൃത യാത്രാ അനുഭവവും കൂടുതൽ സൗകര്യപ്രദമായ യാത്രയ്ക്ക് വഴിയൊരുക്കും. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന് പുതിയൊരു വ്യോമപാത തുറക്കുന്നു എന്നതാണ് ഈ കരാറിന്റെ ലക്ഷ്യം. വ്യാപാര ബന്ധങ്ങൾക്കും ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനും ടൂറിസത്തിനും കൂടുതൽ വേഗത നൽകാൻ വ്യോമ കണക്ടിവിറ്റി നിർണായകമായിരിക്കെ തന്നെ ഇരു രാജ്യങ്ങളുടെയും വിമാന കമ്പനികൾ തമ്മിലുള്ള ഈ സഹകരണം അതിന്റെ അടുത്ത ഘട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് ഒരൊറ്റ ടിക്കറ്റ് എളുപ്പത്തിൽ തന്നെ അതിന്റെ ലഗേജ് കൈമാറ്റവും അതുപോലെ തന്നെ കൂടുതൽ കണക്ടിവിറ്റിയും ഇതിലൂടെ ലഭിക്കുകയാണ്. ഇന്ത്യ ഭൂട്ടാൻ വ്യോമ ബന്ധത്തിന് പുതിയ ചിറകുകളേകിക്കൊണ്ടാണ് എയർ ഇന്ത്യ ട്രൂക്ക് എയർ കൂട്ടുകെട്ടിലൂടെ തന്നെ ഇവിടെ ടൂറിസത്തിനും ആഗോള യാത്രക്കാർക്കും പുതിയ ഒരു വാതിൽ തുറന്നു നൽകുന്നത്. സാർക്ക് മേഖലയിലെ വ്യോമബന്ധം കൂടുതൽ ദൃഢമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സഹകരണം എന്നതാണ് എയർ ഇന്ത്യ ഇവിടെ വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ വിപണികളിലേക്ക് സർവീസ് വിപുലീകരിക്കാൻ ഇത് സഹായകരമാകും. ട്രൂക്ക് എയർ ആകട്ടെ, ഈ ട്രൂക്ക് എയർ കമ്പനിയുടെ CEO താടി വാങ്ചുങ് അദ്ദേഹമാകട്ടെ ഇക്കാര്യങ്ങൾ എടുത്തു സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്കും ഭൂട്ടാനും ഇടയിലുള്ള ബിസിനസ് ടൂറിസം മേഖലകൾക്ക് വലിയ ഉണർവ് നൽകാൻ എയർലൈനുകൾ തമ്മിലുള്ള ഈ പുതിയ ഒരു സഹകരണം അത് വഴി തുറക്കുമെന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.